ഹലോ, എല്ലാവർക്കും ആദ്യസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു കിഡിലൻ റെസിപ്പിയുമായിട്ടോ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. അവിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടെയാണ് കേട്ടോ. എല്ലാവരും ഇതേ രീതിയിലൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. എന്നാൽ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടി ഒരു കടായി ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയ കടായിലോട്ട് നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളമാണോ സ്നാക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്കൊന്ന് അവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് അവിലൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. അവൽ നമ്മൾ ഏകദേശം ഒരു 2-3-4 സെക്കൻഡ് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതേ രീതിയിൽ 1-2-3-4 സെക്കൻഡ് വറുത്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ തേങ്ങയുടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 1.5 ബൗൾ തേങ്ങയോ 2 ബൗൾ തേങ്ങയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ സ്നാക്കിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ ഏകദേശം നല്ലതുപോലെ അവിലൊക്കെ നല്ലതുപോലെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. തേങ്ങയിലാണെങ്കിൽ തേങ്ങയുടെ ഈർപ്പം എല്ലാം ഇതിൽ പോയിട്ടുണ്ട്. ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇളം ചൂടോടെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കും വേണേ. അതിനുശേഷം അതേ കടായിലോട്ട് നമുക്ക് ഇച്ചിരി നട്ട്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം. നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടി ഹെൽത്തി ആയിരിക്കുമല്ലോ. ഞാനിവിടെ ഒരു 1/4 ബൗളോളം നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നിലക്കടല ഒന്ന് വറുത്തെടുക്കാം. നിലക്കടല ഒരു പകുതി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള നട്ട്സിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം 2-3 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് ബദാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബദാമും നിലക്കടലയും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റോളം അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇച്ചിരി പിസ്ത അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ പിസ്ത ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിസ്തയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 സെക്കൻഡ് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ബൗളോളം പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനായി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പൊട്ടുകടല നമ്മൾ സ്നാക്ക് തയ്യാറാക്കുമ്പോൾ അതിലോട്ടാണ് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ നട്ട്സ് എല്ലാം ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അവിലും ആ തേങ്ങയുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതേ രീതിയിലും അവിലും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതേ രീതിയിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സ്നാക്ക് വളരെ ഹെൽത്തി ആയിരിക്കും. കൂടാതെ ഇതിലോട്ട് നമുക്കിനി ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ 4 ശർക്കര നല്ലതുപോലെ ഉരുക്കി ഇവിടെ എടുത്തിരിക്കുന്നത് അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇച്ചിരിയും കൂടെ ബെറ്റർ ശർക്കര ചേർത്ത് കൊടുക്കുന്നതാണ്. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. എല്ലായിടത്തും ശർക്കരപ്പാനി എത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്കൊക്കെ നമ്മൾ ഇതേ രീതിയിൽ സ്നാക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഹെൽത്തി ആയിരിക്കും കേട്ടോ. ഇതേ രീതിയിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്ത് സ്നാക്ക് തയ്യാറാക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റുമാണ്. കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിനും അത് നല്ല ഗുണം ചെയ്യും. ഇതിലൂടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടുകടലയുണ്ടല്ലോ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഞാൻ അടുത്തായിട്ട് ഇച്ചിരി എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെളുത്ത എള്ളാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ. ഇതേ രീതിയിൽ എള്ളൊക്കെ ചേർക്കുമ്പോഴേ നമ്മുടെ സ്നാക്ക് കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ഏലക്കപ്പൊടിയും നെയ്യും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സ്നാക്കിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇതേ രീതിയിൽ ലഡുവിൻ്റെ ആകൃതിയിൽ കുഴച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ
ഇതേ രീതിയിൽ കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ലഡുവിൻ്റെ ആകൃതിയിലാണ് തയ്യാറാക്കുന്നത്. ബാക്കിയുള്ളതും നമുക്ക് അതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ സ്നാക്ക് ചോദിച്ച് കരയണ സമയത്ത് ഇതേ രീതിയിൽ വളരെ ഹെൽത്തിയായ സ്നാക്ക് തയ്യാറാക്കി കൊടുക്കും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കായാലും ഇത് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്നാക്കായിരിക്കും. ഇതുപോലെ നമുക്ക് സ്നാക്ക് തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ അവിലായാലും തേങ്ങയായാലും നല്ലതുപോലെ വറുത്താണല്ലോ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേടൊന്നും വരത്തില്ല. ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ദിവസം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതേ രീതിയിൽ സ്നാക്ക് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. Thank you for watching my video.